കുഞ്ഞു 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 പെണ്ണു നോക്കടാ കുഞ്ഞു കുഞ്ഞിപ്പെണ്ണ് ചുന്തിരി പെണ്ണായിട്ടുണ്ടല്ലോ ഇപ്പം. ഞാൻ അമ്മണിക്കുട്ടിയെ നോക്കിയ പാവം. അമ്മണിക്കുട്ടി ഉവാവ് വന്നിരിക്കുന്നു. എന്താ ചെയ്യുക, മരുന്ന് വാങ്ങിച്ചാലും പുരട്ടിയാലും ഒന്നും സമ്മതിക്കില്ല. ചോറിൽ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാനൊക്കെ പറഞ്ഞില്ലേ എന്നോട് ഒപ്പോൾ കുട്ടി. പക്ഷെ അതൊക്കെ ഞാൻ ഇട്ട് കൊടുത്തു, ഒരു കാര്യമില്ല അവൾക്ക്. അവൾക്ക് നല്ല ഗുരുതരമായിട്ടുണ്ട്. ഇതേ മാന്തണം. ഭക്ഷണം കഴിക്കുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ. പക്ഷേ അവൾക്ക് നല്ല ചൊറിച്ചിലാണ്. ഞാൻ മരുന്നും കൊണ്ട് പുറകെ ഓടി ഓടി മടുത്തു. വെറുതെ പെറ്റ് ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വാങ്ങിച്ചു. അമ്മിണിക്കുട്ടി, ഇനി അമ്മിണിക്കുട്ടി അത് കാരണം എൻ്റെ അടുത്തേക്കും കൂടി വരില്ല, ഒന്ന് തൊടാൻ കൂടി സമ്മതിക്കില്ല. കുഞ്ഞോ, അവൾക്ക് വയ്യാട്ടോ, അവളോട് തല്ല് പിടിക്കരുത്. ഇങ്ങനെ പോരെ കുഞ്ഞാ, തല്ല് പിടിക്കരുത്. കുഞ്ഞിപ്പെണ്ണേ ഇവിടെ വന്നേ, അടി കിട്ടും എൻ്റെ കയ്യിൽ നിന്ന്. ഇവിടെ വന്നേടാ കുഞ്ഞിപ്പെണ്ണേ, ഇവിടെ വരൂ, അടി കിട്ടും. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഓണത്തെ വരവേൽക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് എല്ലാവരും അല്ലേ. ചൊവ്വാഴ്ചയാണ് അത്തം, തിങ്കളാഴ്ചയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഞാൻ ആദ്യമേ തന്നെ കാണിച്ചു, പൂച്ചകളുടെ കാര്യമൊക്കെ കാണിച്ചല്ലോ. അപ്പോൾ അതുപോലെയുള്ള എന്നെപ്പോലെ കുറേ ആൾക്കാരുണ്ട് പൂച്ചകളെയൊക്കെ സ്നേഹിക്കണ, എല്ലാ മൃഗങ്ങളെയും സ്നേഹിക്കണേ. അപ്പോൾ അതുപോലുള്ളൊരു ചാനലുണ്ട്, ഓപ്പോൾ എന്നാണ് ആ ചാനലിൻ്റെ പേര്. അതിൽ ഒരു കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഓപ്പോളെ കുറിച്ച് പറയണമെന്ന് തോന്നി. ഓപ്പോളുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല, ചെറിയ പെൺകുട്ടി കേട്ടോ. ഓപ്പോളിന് ചാനലിൻ്റെ പേരാണ്. എന്നെക്കാളൊക്കെ വളരെ ചെറിയ കുട്ടിയാണ്, 2 മക്കളൊക്കെ ഉള്ളൊരു കുട്ടിയാണ്, കുടുംബിനിയാണ്. അവർക്ക് കുറേ പൂച്ചകളുണ്ടായിരുന്നു കേട്ടോ. 40-50 പൂച്ചകളുണ്ടായിരുന്നു, കുട്ടികളായിട്ടും വലിയ പൂച്ചകൾ വന്ന് പുറത്തുനിന്ന് വരണതും പുറത്ത് വരണ നായ്ക്കുട്ടിക്കൊക്കെ, പുറത്തുനിന്ന് വരുന്ന നായ്ക്കുട്ടിക്കൊക്കെ ആ കുട്ടി ഭക്ഷണം കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൊടുക്കുമ്പോൾ ഒരു പൂച്ചയെ വളർത്താൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. വളർത്തുന്നവർക്ക് അറിയാൻ പറ്റും അത്. കുറേ അധികമായി കഴിയുമ്പോൾ അവർക്ക് അതിൻ്റെ ഒരു സ്നേഹമുണ്ട്, പക്ഷേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുമുണ്ട്. എവിടെയും പോകാൻ പറ്റില്ല. ചില ആൾക്കാർക്ക് നമ്മുടെ വീട്ടിലേക്ക് വരണത് ഇഷ്ടമുണ്ടാവില്ല, കാരണം മൃഗങ്ങളെ ഇഷ്ടമില്ലാത്ത കുറേ പേരുണ്ട്. നിറയെ അവരുടെ രോമം ഇഷ്ടമില്ല, അഴുക്ക് അങ്ങനെയൊക്കെ പറയണവരുണ്ട്. അപ്പോൾ ഇത്രയും പൂച്ചകളുള്ളപ്പോൾ ആ കുട്ടിക്ക് എന്ത് ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ അതിൽ നോക്കാൻ കുറേ ബുദ്ധിമുട്ടുണ്ട്. ഈ പൂച്ചകൾ എപ്പോഴും ഇങ്ങനെ ഒരു പ്രസവം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ കുട്ടികൾ ഇത്തിരി ആകുമ്പോഴേക്കും വീണ്ടും പ്രസവിക്കും. പിന്നെ അവരെ സ്റ്റെറിലൈസ് ചെയ്യണം, അതായത് അവരെ പ്രസവം നിർത്തണമെങ്കിൽ 4000-5000 രൂപയൊക്കെ ആവും. അവർക്കുള്ള ഫുഡിന് തന്നെ ധാരാളം പൈസ വേണം. അതിനിടയ്ക്ക് ഇങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അതിനുള്ള സൗകര്യങ്ങൾ ചില ഹോസ്പിറ്റലിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോഴും നമ്മൾ മരുന്നുകളൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. ആ സർജറി മാത്രം ഫ്രീ ആയിട്ട് ചെയ്തു തരും. പക്ഷേ എല്ലാ ഹോസ്പിറ്റലിലും അതിനുള്ള സൗകര്യം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നല്ല പൈസയാവും. അപ്പോൾ എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു 6-7 പെൺപൂച്ചകളുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാം? അത്രയ്ക്കും വലിയ കോടീശ്വരന്മാരായിട്ടുള്ള ആൾക്കാരൊന്നും അല്ല, സാധാരണ ആൾക്കാരാണ് എല്ലാവരും. വലിയ ആൾക്കാരാണെങ്കിൽ അവർക്ക് പറ്റും. അപ്പോൾ എനിക്ക് തന്നെ പറ്റില്ല കേട്ടോ. അങ്ങനെ എല്ലാവരും പറയണ്ടേ, നിങ്ങൾ പട്ടിയെ സ്റ്റെറിലൈസ് ചെയ്തു, പൂച്ചയെ ചെയ്യൂ. എനിക്കിതൊന്നും പറ്റില്ല. ഒന്നാമത്തെ ആ സമയത്ത് അവരെ നമ്മൾ കെയർ ചെയ്യണം, പുറത്തൊന്നും പോകാണ്ട്. എനിക്കാണെങ്കിൽ അങ്ങനെ കൂടൊന്നും ഇല്ല ഇടാനായിട്ട്. അവർക്ക് കൂടൊക്കെ ഉണ്ട് കേട്ടോ. നല്ല നല്ല ഭംഗിയായിട്ടാണ് നോക്കണേ. എന്നും മീൻ വാങ്ങിക്കും, അതെല്ലാം വേവിച്ച് കൊടുക്കും, കാറ്റ് ഫുഡ് കൊടുക്കും, സ്നേഹിച്ച് പുന്നാരിച്ചാണ് വളർത്തുന്നത്. അപ്പോൾ അടുത്തിടെ അവർ കുറച്ച് പൂച്ചകളെ നന്നായിട്ട് നോക്കണ ആൾക്കാർക്ക് കൊടുത്തു. അപ്പോൾ ഞാനും അഡോപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു വൈറ്റ് പൂച്ച 4 കുഞ്ഞുങ്ങളെ അഡോപ്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ നല്ലോണം തന്നെ നോക്കണം കേട്ടോ. അങ്ങനെ നമുക്ക് ഉറപ്പുള്ള ആൾക്കാർക്ക് കൊടുക്കാം. എല്ലാവരും വളർത്തട്ടെ, ഒരാൾക്ക് തന്നെ അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. അതിന് ചില ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരാളെത്തിയേ തോന്നുന്നു, നിങ്ങളൊക്കെ എങ്ങനെ തോന്നി, ഞാനും കുറേ പൂച്ചകളെ വളർത്തുന്നുണ്ട്, എങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ തോന്നിയില്ലോ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവർക്ക് നല്ല സങ്കടമായിട്ട് തന്നെയാണ് കൊടുത്തേക്കണേ. പക്ഷെ ഒരാളെ കൊണ്ട് നോക്കണതിന് ഒരു പരിധിയുണ്ട്. ആ ഓപ്പോൾ എന്ന് പറഞ്ഞ കുട്ടിക്ക് പേരെനിക്ക് ശരിക്കും അറിഞ്ഞുകൂടാ കേട്ടോ. ഞാൻ വീഡിയോകളൊക്കെ കാണാറുണ്ട്. ആ കുട്ടിക്ക് 2 വലിയ പെൺകുട്ടികളുണ്ട്. ഇപ്പോൾ ആ കുട്ടികളുടെ കല്യാണമൊക്കെ ആവണം. ആ സമയത്ത് ചിലപ്പോൾ വരാൻ ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഫോൺ ഇപ്പോൾ താഴെ വീണാനെ, എൻ്റെ കാല് തന്നെ കൊണ്ടുവിട്ടോ, സോറി. അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ആ സമയത്ത് ഇത്രയും പൂച്ചകളെ ഒരു കല്യാണം നടക്കുന്ന സമയത്ത് വീട്ടിൽ നോക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും അവരങ്ങനെ കൊടുക്കുന്നത്. എന്നാലും ഇപ്പോഴും കുറേ പൂച്ചകളുണ്ട് കേട്ടോ. അവർക്കൊക്കെ നല്ല ഫുഡും ഒക്കെ കൊടുക്കുന്നുണ്ട്, നല്ലോണം നോക്കുന്നുണ്ട്. പുറത്തുനിന്ന് വരുന്ന നായ്ക്കുട്ടി എന്താ പറയുക, എല്ലാം അരിച്ച് രോമം എല്ലാം കൊഴിഞ്ഞു പോയ ഒരു നായ്ക്കുട്ടിയെ ഇപ്പം നല്ലോണം നല്ല സുന്ദരനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ ചാനലൊന്ന് കയറി കാണണം കേട്ടോ. ഓപ്പോൾ എന്നാണ് ആ ചാനലിൻ്റെ പേര്. എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോളൂ കേട്ടോ. അവർക്കും ഒരു യൂട്യൂബ് വരുമാനം കിട്ടുമ്പോൾ അത് പൂച്ചകൾക്ക് വേണ്ടിയിട്ടും ഒക്കെ ഉപയോഗിക്കാമല്ലോ. ഒരു സന്തോഷം കൂടിയാണത്. കാരണം അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യണത് എപ്പോഴും നല്ലതാണ്. നമ്മളൊരാൾക്ക്
എന്താ പറയുക, കുറേ രൂപ കൊടുത്ത് സഹായിക്കാൻ പറ്റില്ല. അപ്പോൾ അവരുടെ ചാനൽ കണ്ട് അവരെ സപ്പോർട്ട് ചെയ്ത് അവർക്കത് മോണിറ്റൈസേഷനായി അവർക്ക് പൈസ കിട്ടുക, അവർക്ക് സന്തോഷമാണല്ലോ. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ അവരെയൊക്കെ കണ്ടെന്ന് എൻ്റെ പൂച്ചകളെ കണ്ട് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ ഷോർട്ട് വീഡിയോ ആണ് കൂടുതലും കാണാറ്, ലോങ് വീഡിയോ അങ്ങനെ കാണാറില്ല. പക്ഷേ എനിക്കെന്നാലും അന്ന് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്കത് പറയണം തോന്നി. കാരണം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ആ കൊടുത്ത പൂച്ചകളുടെ ഫോട്ടോ ഒക്കെ ഇപ്പോഴും ഞാൻ നോക്കി സങ്കടപ്പെടും. എനിക്ക് തീരെ വയ്യാണ്ടാവുന്ന സമയത്താണ് ഞാൻ അങ്ങനെ കൊടുത്തത്. പിന്നെ നമുക്ക് എല്ലാ വീട്ടിലും അങ്ങനെ വളർത്താൻ പറ്റില്ല. വാടകയ്ക്കുള്ള ആൾക്കാർക്ക് ചിലർ സമ്മതിക്കില്ല. സ്വന്തം വീടാണെങ്കിലും അയൽവക്കക്കാർ ചീത്ത പറയും. അങ്ങനെയൊക്കെ ഉണ്ട്, പല പല പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴും എന്നാലും അവർക്ക് 10 പൂച്ച കൂടുതലുണ്ട് തോന്നുന്നു, അതിലും കൂടുതലുണ്ട്. കുറച്ച് പേരെയൊക്കെ അവർ കൊടുത്തു. ബാക്കിയുള്ള പൂച്ചകളെ, പെൺപൂച്ചകളെയൊക്കെ അവർ സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് പോവാണെന്ന് പറഞ്ഞു. കുറച്ച് രൂപ എടുത്തല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. സാധാരണ ആൾക്കാർക്ക് പെട്ടെന്ന് 5-6 പൂച്ചകളെ കൊണ്ടുപോയി ചെയ്യാൻ പറ്റില്ല. അവർ വേറെ പൂച്ചയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്കൊരു വീഡിയോ ചെയ്യണം എന്ന് തോന്നി ഓപ്പോളിനെ പറ്റി. കാരണം അത്രയ്ക്ക് എനിക്ക് ഒരു വലിയ സന്തോഷം തോന്നുന്നു. ആ കുട്ടിയുടെ വീഡിയോകൾ കാണാനും ആ കുട്ടിയും എനിക്ക് നല്ല ഇഷ്ടമാണ്. എനിക്ക് ആകെ ഒരു വല്ലാത്തൊരു സന്തോഷമാണ് അത് കാണുമ്പോൾ കേട്ടോ. ആ കുട്ടി മീനൊന്നും കഴിക്കില്ല കേട്ടോ. എന്നിട്ടും ഈ പൂച്ചകൾക്ക് വേണ്ടി മീനൊക്കെ വേവിച്ച് ചോറൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. മീൻ കൂട്ടാത്തൊരു കുട്ടിയാണെന്ന് വീഡിയോയിൽ പറയാറുണ്ട്. അപ്പോൾ എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നുന്നു. കഴിക്കാത്ത ആളായിട്ട് അതൊക്കെ കൈകൊണ്ട് നന്നാക്കി കഴുകി എടുത്തൊക്കെ കൊടുക്കണ്ടല്ലോ. അതൊക്കെ വലിയൊരു മനസ്സാണ് കേട്ടോ. അത് വലിയ സന്തോഷം തോന്നി. അപ്പോൾ ഞാൻ ആ കുട്ടിയുടെ വീഡിയോയുടെ താഴെ പോയി പറഞ്ഞിരുന്നു എൻ്റെ അടുത്ത വീഡിയോ മോളെ പറ്റിയിട്ടാണ്. ആ കുട്ടിക്ക് മനസ്സിലായോ എന്ന് എനിക്ക് അറിയൂല കേട്ടോ. എനിക്കപ്പോൾ വലിയ സന്തോഷമായി. അപ്പോൾ ഇതുപോലെ നിങ്ങളിപ്പോൾ കോടതി വിധി നേരത്തെ വന്ന് പട്ടികൾക്കൊന്നും നമ്മൾ ഭക്ഷണം കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ വീണ്ടും വിധി മാറ്റിയിട്ട് തോന്നുന്നു. ഞാൻ ജീവനുള്ള എല്ലാ ജീവികൾക്കും, ജീവനുള്ള എല്ലാവർക്കും, പക്ഷി മൃഗാദികൾ ചെടികൾ എല്ലാവർക്കും ആഹാരം ആവശ്യമാണ് അല്ലേ. നമ്മളത് ഉണ്ടെങ്കിൽ കൊടുക്കുക. അപ്പോൾ എനിക്കൊരു കമൻറ്റ് ഇപ്പോൾ അടുത്തിടെ ഷോർട്ട് വീഡിയോയ്ക്ക് വന്നിരുന്നു. ഒരു കുട്ടികളെ കടിച്ചു കൊല്ലണ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ പട്ടികൾക്ക് ഭക്ഷണം കൊടുക്കരുത്, അതാണ് കുഴപ്പം. ഭക്ഷണം കിട്ടാത്തതുകൊണ്ടായിരിക്കും അവർ കടിക്കുന്നത്. പിന്നെ ശരിയാണ്, പട്ടികൾ കുറേ പേരെ കടിച്ചിട്ടൊക്കെ ഉണ്ട്. അടുത്തിടെ ചമ്പക്കരയിൽ ഒരു നായയുടെ മക്കളെ ഒരു പട്ടി പ്രസവിച്ച് കിടക്കുമ്പോൾ അതിൻ്റെ 6 കുട്ടികളായിട്ട് ആരോ കൊന്നു കളഞ്ഞു. അപ്പോൾ ഒരു കുട്ടി ബാക്കിയുണ്ട്. അതിന് വല്ലാത്ത സങ്കടം. പാവം പട്ടിയായിരുന്നു എന്നാണ് പറയണത്, പത്രത്തിലുണ്ടായിരുന്നു. അപ്പോൾ അത് അക്രമാസക്തിയായിട്ട് 5-6 പേരെ കടിച്ചു. എന്തുകൊണ്ടാണ് അത് കടിച്ചത്? അതിൻ്റെ കുട്ടികളെ കൊന്നതുകൊണ്ടല്ലേ. അപ്പോൾ അതിന് പറയാൻ അതിന് ന്യായമുണ്ട്. സംസാരിക്കാൻ പറ്റില്ല, പക്ഷെ അതിന് ന്യായമുണ്ട്. മനുഷ്യർക്ക് പറയാൻ മനുഷ്യരുടെ ന്യായങ്ങളുണ്ട്. അവർക്കും അവരുടേതായ നീതി ന്യായങ്ങളൊക്കെ ഉണ്ട്. പിഞ്ചു കുട്ടികളെയും സ്ത്രീകളെയും കടിച്ചു കീറുന്ന പീഡിപ്പിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരെയൊക്കെ ജയിലിൽ കൊണ്ടുപോയി നല്ലോണം ഭക്ഷണം കൊടുത്ത് സുന്ദരന്മാരാക്കി വീണ്ടും വിടും. അതിനെന്ത് ന്യായമാണുള്ളത് പറയാനായിട്ട്? ഈ പറയുന്ന ആൾക്കാർക്ക് അതിനെപ്പറ്റി പറയാനായിട്ടില്ലേ? മൃഗങ്ങൾക്ക് വിവേകബുദ്ധിയില്ല, മനുഷ്യർക്കുണ്ട്. വിവേകബുദ്ധിയുള്ള മനുഷ്യനാണ് ഇതുപോലെ ഓരോ തെറ്റുകൾ ചെയ്തിട്ട് അവരോടൊക്കെ ക്ഷമിക്കുന്നുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ വന്നിട്ട് അവരെ വിടും. അവരുടെ സാഹചര്യം കൂടി സംഭവിച്ചാണെന്ന് പറയും. പക്ഷെ മൃഗങ്ങൾക്ക് സാഹചര്യം ഇല്ലേ? എനിക്കത് ചോദിക്കാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം മനുഷ്യനും മൃഗങ്ങൾക്കും എല്ലാവർക്കും ഈ ഭൂമിയിൽ തുല്യ അവകാശമാണുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ പറയും നിങ്ങളെ കടിച്ചാലേ അറിയുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും? പൂച്ചയൊക്കെ എന്നെ കടിച്ചിട്ടുണ്ട്, പട്ടി കടിച്ചാലും കടിക്കും. അവരുടെ ആ ഒരു സാഹചര്യം വെച്ച് നമ്മളെ ചിലപ്പോൾ ചെയ്തു എന്ന് വരും. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? മനുഷ്യൻ ചെയ്യണ്ടല്ലോ. നല്ല ബുദ്ധിയുള്ള മനുഷ്യൻ എല്ലാ തെറ്റുകളും ചെയ്യേണ്ട, അതിനെ എല്ലാവരും ന്യായീകരിക്കുന്നുണ്ട്. ഒരു ബുദ്ധിയില്ലാത്ത മൃഗങ്ങൾ ചെയ്യുമ്പോഴാണ് കുഴപ്പം. അപ്പോൾ അത് ഒരിക്കലും നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല കേട്ടോ. ചിലർ പറയും മൃഗസ്നേഹികൾ 10 പട്ടിയെ വീതം വീട്ടിൽ കൊണ്ടുപോയി നോക്കട്ടെ എന്ന്. അത് ഗവൺമെൻറ്റാണ് ചെയ്യേണ്ടത്. മൃഗസ്നേഹികൾ മൃഗങ്ങൾക്ക് വേണ്ടി തൊണ്ടയ്ക്ക് സുഖമില്ല കേട്ടോ, ഒരു കോൾഡ് പിടിച്ചിട്ടുണ്ട്. മൃഗസ്നേഹികൾ മൃഗങ്ങൾക്ക് വേണ്ടി പറയുന്നു, മനുഷ്യസ്നേഹികൾ മനുഷ്യർക്ക് വേണ്ടി പറയുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ മനുഷ്യന്മാർ ഗോവിന്ദച്ചാമിക്ക് വേണ്ടി മനുഷ്യാവകാശ കമ്മീഷൻ പറയുവാണെങ്കിൽ പറയാം, എന്നാൽ നിങ്ങൾ അയാളെ വീട്ടിൽ കൊണ്ടേ നോക്കിക്കോന്ന് നമ്മൾ പറയും. ഇല്ല. അതുപോലെ ഓരോരുത്തർക്ക് വേണ്ടിയും ഓരോ വക്കീലുമാരെ അവരും ബാധിക്കുമ്പോൾ നമ്മൾ അങ്ങനെ പറയാറില്ലല്ലോ. മൃഗങ്ങളെ പറയുമ്പോൾ മാത്രം പറയും. മൃഗസ്നേഹികൾ 10 പട്ടികളെ വീട്ടിൽ കൊണ്ടുപോയി നോക്കിക്കോളാൻ പറയും. മൃഗസ്നേഹികൾ അവർക്ക് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഷെൽട്ടർ പണിയേണ്ടത് ഗവൺമെൻറ്റാണ്. സാധാരണ ആൾക്കാരും ഷെൽട്ടർ പണിയുന്നുണ്ട്. അവർക്ക് ഇല്ലാത്ത പൈസ ഉണ്ടാക്കി കലോടത്തും മേടിച്ചുമൊക്കെ ചെയ്യുന്നുണ്ട്. ഷെൽട്ടർ പണിത് പട്ടികളെ മനുഷ്യർക്ക് വേണ്ടി സംരക്ഷണം കൊടുത്ത് പട്ടികളിൽ നിന്ന് സംരക്ഷണം മനുഷ്യന് കൊടുക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ കടമയാണ്. ഗവൺമെൻറ് ഷെൽട്ടർ പണിത് പട്ടികളെ ഏത് മൃഗങ്ങളെ ആയാലും അങ്ങോട്ട് മാറ്റിയിട്ട് അവർക്ക് ഫുഡ് കൊടുക്കുക, അവർക്ക് നല്ല മരുന്ന് കൊടുക്കുക, എന്നിട്ട് മനുഷ്യരെ സംരക്ഷിക്കുക. ഗവൺമെൻറ്റിൻ്റെ ഒരു എന്താ പറയുക, ഒരു കർത്തവ്യം എന്ന് പറയുന്നത് വെറുതെ ഭരണം നടത്താമെന്ന് മാത്രം പോലീസിനെ ചെയ്യാൻ നമുക്കെല്ലാം എന്താ പറയുക സുരക്ഷ നൽകുകയെന്ന് മാത്രം. സുരക്ഷ എന്ന് പറയുമ്പോൾ അത് ഇതെല്ലാം വിടും. അപ്പോൾ ഈ മൃഗങ്ങളൊക്കെ ഈ ഭൂമിയിലുള്ളതാണ്. അപ്പോൾ അവർക്ക് വേണ്ടി സുരക്ഷ ഗവൺമെൻറ് തന്നെ ചെയ്യണം. മന്ത്രിമാർ പറഞ്ഞു ഞങ്ങൾ എന്ത് ചെയ്യാനാണ്, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, ABC കേന്ദ്രമില്ല, അങ്ങനെ എങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. അവർ തന്നെ ചെയ്യണത്, അവരാണ് ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്. പിന്നെ ഒരു വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാമെന്ന് മനുഷ്യത്വമുള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അവർ കടിക്കും എന്ന് പറഞ്ഞ് നമ്മൾ ഭക്ഷണം കൊടുക്കാണ്ടിരിക്കും. ഇത്രയും ക്രൂരത ചെയ്ത് ജയിലിൽ കിടക്കുന്ന ആൾക്കാർക്കൊക്കെ ജയിലിൽ നല്ല ഫുഡ് കൊടുക്കണ്ടല്ലോ. എന്തുകൊണ്ട്?
ക്രൂരത ചെയ്താലും ഭക്ഷണം കൊടുക്കണം, അതാണ് നിയമം. അതുകൊണ്ട് അത് മൃഗങ്ങൾക്കും മനുഷ്യനൊക്കെ ബാധകമാണ്. ദൈവമേ, ഞാൻ പറഞ്ഞു നീണ്ടു പോയി, എന്നോട് ക്ഷമിക്കണേ. അപ്പോൾ ഈ ഓപ്പോളുടെ ചാനലിന് വേണ്ടി പറയാനാണ് വന്നത്. എല്ലാവരും ആ ചാനലും കൂടി കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് വലിയ സന്തോഷമാവുക. എന്നെ സ്നേഹിക്കണ പോലെ, എൻ്റെ മൃഗങ്ങളെ കണ്ട് സപ്പോർട്ട് ചെയ്യണ പോലെ ഓപ്പോളുടെ ചാനലും കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ അടിച്ചു പൊളിച്ച് ആഘോഷിക്കുക. ഞാൻ നീണ്ടു പോകുന്നു. ഇപ്പോൾ കുറച്ചധികം 8 മിനിറ്റൊക്കെ കഴിഞ്ഞു. സോറി. എല്ലാവർക്കും പുതിയ വീഡിയോ ആയിട്ട് വരുന്നത്. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക. എല്ലാവർക്കും ടാറ്റ. ഞാൻ പുറത്ത് പോയിട്ട് വന്നാൽ കേട്ടോ. അപ്പം എന്നാൽ മേക്കപ്പോടുകൂടി തന്നെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ. ചെടിയുടെ വീഡിയോ ഒക്കെ ആയിട്ട് വരാം കേട്ടോ. കുറച്ച് തിരക്കിലാണ്, മോള് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ്. എല്ലാവർക്കും ടാറ്റ.